ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാ. ഫോഴ്സ് മാരേജ് വിത്ത് ഐഡൽ മാജിക് ക്യാറ്റ്. സ്റ്റോറിയോട്ട് പോവാ. ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറയാൻ തുടങ്ങി. മച്ചി, ഞാൻ കോളേജിലേക്ക് പോവാ. എടി, എന്താടി പറയുന്നത്? കോളേജിക്കാ? അതെടി, കോളേജ് ഫസ്റ്റ് ഇയർ ആണ്. എന്ത് കഷ്ടമാണ് അറിയോടി? അതെ അതെ, കഷ്ടമാണടി. അറിയില്ലടി, അച്ഛൻ എനിക്ക് കോളേജിലേക്ക് വരുമ്പോൾ ഒരു ഗിഫ്റ്റ് തരുന്ന പറഞ്ഞിട്ടുണ്ട് മച്ചി. എന്ത് ഗിഫ്റ്റ് അറിയില്ല. എനിക്ക് ഒരുപാട് നാളായി ഞാൻ ക്യാറ്റ് കേൾക്കാം. അച്ഛൻ ക്യാറ്റ് കൊണ്ടുവരുവേ ഇല്ലടി. എന്തോ ഒരു കഷ്ടം അറിയോ നിനക്ക്? അതെ അതെ, ക്യാറ്റ് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു, അച്ഛനും കൊണ്ടുവന്നില്ലായിരുന്നുടി. അതെ അതെ, എന്തോ കഷ്ടം അറിയോടി. വിഷമിച്ച് ടയർഡായി പോയിണ്ടി മച്ചി. ശരി, ഓക്കെ. അങ്ങനെ കോളേജ് കളിക്കുവാൻ കോളേജിൽ ഒരു ചെക്കൻ പ്രപ്പോസ് ചെയ്തു. പ്രിയ, എനിക്കിന്ന് ഇഷ്ടമാണ്. എനിക്കിന്ന് ഇഷ്ടമല്ലടാ. ഞാൻ ഒരുപാട് ഡ്രീം പോയില്ലല്ലോടാ. എനിക്ക് ഇഷ്ടപ്പെട്ട ചെക്കനാരും നിങ്ങൾക്കറിയില്ലടാ. ഓ, അത് ആ ചെക്കനും കൂടെ ടെൻഷനായി ഇവിടുന്ന് പോയി. ഭയങ്കര ഹാപ്പിയായി പ്രിയ ജോളിയായിട്ട് കോളേജിലേക്ക് വന്നു. ഡാഡ്, എൻ്റെ പൊന്നു മോള് എത്തിയ പ്രിയ. അച്ഛാ, എനിക്ക് ഗിഫ്റ്റ് എവിടെയുണ്ട് അച്ഛാ? ഗിഫ്റ്റ് നിൻ്റെ ബെഡ്റൂമിൽ നിന്നുണ്ട്, പോയിക്കോ. ജാലെ ഡോർ അകത്ത് വന്ന് നോക്കൂ. ഒരു കൂട്ടിൽ വൈറ്റ് കളറായി ക്യൂട്ടായി ഫോട്ടോ മാറി ക്യൂട്ടായിട്ട് ഒരു ക്യാറ്റ് മിയാവെന്ന് പറഞ്ഞു. പ്രിയക്ക് ആഹാ ക്യാറ്റ്. അങ്ങനെ പെട്ടി തുറന്ന് ക്യാറ്റിനെടുത്തു. എന്ത് ക്യൂട്ടായിട്ടുള്ള നീ, കാണാൻ ഭംഗിയായിട്ടുള്ള. എന്താ എനിക്ക് ഫുഡ് തന്നോ? ഫുഡ് അച്ഛാ, ഫുഡ് കൊടുത്തായിരുന്നു. അതേ മോളെ, ഇപ്പം ഫുഡ് കൊടുത്തെത്രയാണ്? കുറച്ച് നേരം കഴിഞ്ഞു. കുട്ടി ഉറങ്ങാൻ ബാ ക്യാറ്റ്. അങ്ങനെ രാത്രി ഉറങ്ങാൻ കെട്ടി പൂച്ച കൂടി ഉറങ്ങിയായിരുന്നു. പൂച്ചയോട് പറയുന്നു, അങ്ങനെ എനിക്ക് ഇവരെ ഒത്തിരി ഇഷ്ടമാണ്. പീറ്റേഴ്സ് മെമ്പർ 7 പേര് ഇഷ്ടമാണ്. അതും മാത്രമല്ല, അവർക്കും മാരേജ് ആയിരുന്നു. എനിക്കൊരുപാട് സാഡായി. അങ്ങനെ കഷ്ടപ്പാടല്ല പൂച്ച എന്നോട് പറയാൻ തുടങ്ങി. ശരി, ഓക്കെ. പൂച്ച മണ്ട ടൂയാണ്ട തുടങ്ങി. അങ്ങനെ പൂച്ചയോട് പറയാൻ തുടങ്ങി, എൻ്റെ ക്യാറ്റ് എന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ ലക്കി എന്ത് പേരിടും. അതുപോലെ പൂച്ചയ്ക്ക് ലക്കി എന്ത് പേരിട്ടു. ലക്കി കമ്മിങ്, ലക്കി മ്യാവ് മ്യാവ് ഇങ്ങനെ വിളിച്ചു. അങ്ങനെ ലക്കി വേണ്ട, നിനക്ക് ലക്കി എന്നിട്ട ഇത് വേണ്ട. നിനക്ക് ഞാൻ മിയാ എന്ത് പേരിടാം. മിയാ മ്യാവ്. ലക്കി വേണ്ട, നിനക്ക് ലക്കി ഒന്നും ഇട്ടോട്ടോ. ഞാൻ മിയാവോ എന്ന് വിളിക്കൂ തന്നെ, മനസ്സിലായോ? മ്യാവോ എന്ന് പറഞ്ഞു. അങ്ങനെ പൂച്ച കൂടെ ജോളിയായിട്ട് ഇങ്ങനെ പറയുന്നു. പൂച്ച ഉറങ്ങിയായിരുന്നു. അങ്ങനെ പൂച്ച കൂടെ ജോളിയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് രാത്രി ഇറങ്ങുമ്പോൾ മിയാനോട് പറഞ്ഞു, കുറച്ച് ദിവസം അതിന് തലവേദന. നാലാമത്തെ രാത്രിയായിരുന്നു. പൂച്ചനോട് പറയുന്നത്, എനിക്ക് തലവേദന. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. പൂച്ച സംസാരിക്കാന്നെങ്കിൽ തലവേദന ആണോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. എവിടെ? ഞാനാ മിയാവ്. ഓ, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ പേടിച്ച് പോയി എന്നെ. ഞാൻ സാധാരണ ക്യാറ്റല്ല, ഞാൻ മാജിക് ക്യാറ്റ്. സത്യമാണോ? അതെ അതെ, അത് മാത്രമല്ല, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഒരാൾ പെട്ടിന്. ഞാനിങ്ങനെ വരുമ്പോൾ ഞാൻ സ്വർഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഭൂമിയിൽ ആകാശത്തിലുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ താഴെയിറങ്ങി വരുമ്പോൾ ഇതിലൊരു ഗുണ്ടസ് എന്നെ കണ്ട് പിടിച്ചു പെട്ടിയിലിട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അച്ഛനിക്ക് കിട്ടിയതായിരുന്നു. അച്ഛന് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ ആരെ കൂടെ പോവില്ലായിരുന്നു. അങ്ങനെയായിട്ട് എൻ്റെ അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഫ്ലാഷ് ബാക്ക് നമുക്ക് നോക്കാം. അങ്ങനെ മീ പറഞ്ഞ ആകാശത്തിൽ വരുമ്പോൾ ഭൂമി കാണാം. അങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഗുണ്ടൂസ് പൂച്ചനെ കണ്ട് ഇത് ഭംഗിയുണ്ട്, നല്ല വില കിട്ടും. അങ്ങനെ പെട്ടിയിലിട്ടു. അങ്ങനെ എല്ലാവരും കസ്റ്റമർ വരുമ്പോൾ പൂച്ച അവരെ ഇടിക്കും, തല്ലും. അങ്ങനെ കൂടെ ആരും കൂടെ പോലെ ഹീറോയിൻ്റെ അച്ഛനെ കണ്ട പൂച്ച, ശരി ഇവനെ കാണാൻ നല്ല മനുഷ്യനാണ്, ഇവൻ്റെ കൂടെ പോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ കുട്ടി പൂച്ച കേട്ടത് ഓർമ്മയായി ഹീറോയിനെ. ഇവളെ കൂടെ ഇരിക്കുക. അങ്ങനെയായിരുന്നു. ഓക്കെ പറഞ്ഞ് അവരെ കൂടി വന്നു. പൂച്ച ഒന്നുമില്ല. ആ പീഡന ഷോപ്പിനോ സമാധാനം, ഈ പൂച്ച പോയി തുളഞ്ഞല്ലേ, അത് മതിയെന്ന് ആ പീഡക്കാരൻ ഞെരിച്ചു പോയി. കുറച്ച് രൂപയായിരുന്നു. അങ്ങനെയായിട്ട് പൂച്ചയുടെ അടുത്ത് വന്ന് ഹീറോയ്ക്ക് ഗിഫ്റ്റായി കൊടുത്തു. അങ്ങനെ ഹീറോയിനോട് പറയുന്നത്, നിനക്ക് ഇത്ര പാഷ് ബാക്ക് ഉണ്ടോ മിയോ? അതെ അതെ, എനിക്ക് പാഷ് ബാക്ക് ഇതുണ്ട്. നിൻ്റെ പാഷ് ബാക്ക് എന്നെക്കാട്ടി കടയാണല്ലോ. ശരി ബാ മിയോ. അങ്ങനെ പൂച്ചക്ക് കൂടെ ഡാൻസ് കൂടെ കളിക്കായിരുന്നു. മീക്കോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ജോളി എൻജോയ് തുടങ്ങിയായിരുന്നു. മീ പറയാൻ തുടങ്ങി, നിനക്കിവരെ ഇഷ്ടമാണല്ലേ? മിയു പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സിലുണ്ട്. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേര് വന്നു. എന്തടി മിയു, ഇതാണ് എൻ്റെ ഫ്രണ്ട് മിയു. ഹായ് ക്രേസ്. ഇതുകൊണ്ട് 2 പേർ ഷോക്ക്. ബാക്കിയവരെല്ലാം ഷോക്കായി പോയി. അർജുൻ വെള്ളം കുടിച്ചായിരുന്നു. തുപ്പി. അർജുനൊക്കെ ഷോക്ക്. മിയു പറയാൻ തുടങ്ങി, എടാ അർജുൻ, നീ എന്തിനാ തുപ്പിയ? മിയു, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ?
അത് മാത്രമല്ല ഞാൻ സീക്രട്ട് ക്യാറ്റാണോ. മിയു പറയാൻ തുടങ്ങി, ഞാൻ ഭൂമിക്ക് വരാൻ കാരണം നിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞങ്ങനെ കൊണ്ട് നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഞാൻ തരൂ. അത് മാത്രമല്ല സെലക്ട് ചെയ്യുന്നവർക്ക് അർജുനക്കും കല്ലുക്കും ഒരു ചോക്ലേറ്റ് പോലത്തെ ഉണ്ട് അർജുനക്ക് കൊടുത്തു. ഇങ്ങനെ അർജുനെ പോയിട്ട് ഞാൻ വായിക്കിട്ടും ഡാമിട്ടിലൊക്കെ വായിക്കിട്ടും അർജുൻ കഴിച്ചു. അർജുനക്ക് ബൂസ്റ്റായി. അർജുനക്ക് വേർഡിൽ എന്തെങ്കിലും വേഷമൊക്കെ ചെയ്യാൻ തുടങ്ങി. അർജുനക്ക് പവറും കിട്ടി. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഹീറോയ്ക്കൊരു ഈ ഗോൾഡ് കളറായിട്ട് അതും കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. മിയു പറയാൻ തുടങ്ങി, നിങ്ങളെല്ലാവരും സൂപ്പർമാൻ ഫാൻസ്. അത് മാത്രമല്ല മിയു പറയാൻ തുടങ്ങി, അത് മാത്രമല്ല അർജുൻ പറയാൻ തുടങ്ങി, എനിക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റുമല്ലേ. അതെ അർജുൻ, നിനക്ക് മെഡിസിൻ ഹീലിംഗ് ചെയ്യാൻ പറ്റുമോ. അത് മാത്രമല്ല മെഡിസിൻ നിനക്ക് പഠിക്കാൻ, നീ ഡോക്ടറാണല്ലോ പഠിക്കാൻ പോകുന്നത്. അർജുൻ പറഞ്ഞു, അതെ ഞാൻ ഡോക്ടർ പഠിക്കാം. മിയക്കും അറിയോ നിനക്ക് പവർ തരാൻ ഞാനും വന്നതാ ഭൂമിക്ക്. എൻ്റെ അച്ഛന് പറഞ്ഞൊരു നല്ല മനുഷ്യക്കാണ് പവർ കൊടുക്കുക. അതുകൊണ്ട് നിന്നെ തേടികൊണ്ട് വരുമ്പോൾ അതാണ് നിനക്ക് ഡോക്ടർ ആവാൻ ഇത് യൂസ് ആവും. നിറയെ ജനങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് നിനക്ക് തരുന്നത്. നീ ഇതാരോട് പറയാൻ കാരണം സീക്രട്ട് ഉണ്ടാവണം. മനസ്സിലായോ. ശരി മിയോ. അങ്ങനെയായിട്ട് ശരി ഓക്കെ. അത് മാത്രമല്ല ഇത് നിൻ്റെ കുട്ടിക്കും കൊടുക്കും. ഈ പവർ നിൻ്റെ കുട്ടിക്കും പോവും. ഞാൻ കൊടുക്കും. ഏത് കുട്ടിയാണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ മിയു പറഞ്ഞു, ശരി ഞാൻ വീണ്ടും വന്ന് ഭൂമിക്ക് കൊടുക്കും. മനസ്സിലായോ മിയു. താങ്ക്സ് മിയു. അങ്ങനെ എല്ലാവരും ജോലി ചെയ്യുന്നത് ഹീറോ വിഷമത്തിലുണ്ടായിരുന്നു. 100 വീഡിയോസ് മുമ്പ് മിയു പറയാൻ തുടങ്ങി, നീ വിഷമിക്കണ്ട പ്രിയ. അത് മാത്രമല്ല BTS മഴക്ക് ഡിവോഴ്സാണ്. അത് നിനക്കറിയോ. ഇതായിട്ട് എല്ലാവരും അർജുനക്ക് ഷാക്ക്. എന്ത് ഡിവോഴ്സായോ. അതെ ഡിവോഴ്സ് പറഞ്ഞ അവർക്ക് ഓൾറെഡി മാരേജ് പോയിട്ടാ. ഇത് കണ്ട എല്ലാവർക്കും ഷാക്ക്. എന്ത് മാരേജ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡിവോഴ്സ് ചെയ്യുന്നത് ചുമ്മാ പറഞ്ഞതാ. അവർക്ക് മാരേജ് ആയില്ല. അപ്പോൾ ബേബീസ് അല്ല. അതെ കുറച്ച് പേർക്ക് മാരേജ് ആയിരുന്നു, ഡിവോഴ്സായി. കുറച്ച് പേർക്ക് മാരേജ് ആയില്ല, അവർക്ക് ബേബീസും ഉണ്ട്. അതിക്ക് ഞാനൊരു സൂത്രം കാട്ടിത്തരാം. ഇതാ കണ്ടോ. വാവ് ബേബിയിലെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. അതേ മാത്രം ഇവർക്ക് ബേബീസ് അതല്ല ഇവർ കൊച്ചു കുട്ടിയാണ്. അതുകൊണ്ട് ഇവർക്ക് മമ്മിയില്ല. അതുകൊണ്ട് നമ്മളാണ് ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ